ഓടെ ഞാൻ അപരാധമെല്ലാം കഴുകിക്കളഞ്ഞ് അൾത്താര മുൻപിൽ അണഞ്ഞു. അപ്പമായി ഈശോ വന്നു, ആ കാരുണ്യം ഞാനറിഞ്ഞു. അപ്പമായി ഈശോ വന്നു, ആ കാരുണ്യം ഞാനറിഞ്ഞു. അണപൊട്ടിയൊഴുകുമെൻ ദുഃഖങ്ങളെല്ലാം ആ കാഴ്ചയിൽ ഞാൻ പകർന്നു. അണപൊട്ടിയൊഴുകുമെൻ ദുഃഖങ്ങളെല്ലാം ആ കാഴ്ചയിൽ ഞാൻ പകർന്നു. എൻ ആത്മാവിൻ ശാന്തി നിറഞ്ഞു. അനുരഞ്ജനത്തിന്റെ കൂടാരവാതിലിൽ അനുതാപമോടെ ഞാൻ നിന്നു. അപരാധമെല്ലാം കഴുകിക്കളഞ്ഞ് അൾത്താര മുൻപിൽ അണഞ്ഞു. ആ ദിവ്യബലിയിൽ നാഥൻ വീണ്ടും എനിക്കായി മുറിഞ്ഞു. ആ ദിവ്യബലിയിൽ നാഥൻ വീണ്ടും എനിക്കായി മുറിഞ്ഞു. ആത്മാവിലലിഞ്ഞവൻ ചേർന്നപ്പോൾ ആ ദിവ്യ സ്നേഹത്തിനാഴമറിഞ്ഞു. ഞാൻ ആ കാരുണ്യ കടലിലലിഞ്ഞു. അനുരഞ്ജനത്തിന്റെ കൂടാരവാതിൽ അനുതാപമോടെ ഞാൻ നിന്നു. അപരാധമെല്ലാം കഴുകിക്കളഞ്ഞ് അൾത്താര മുൻപിൽ അണഞ്ഞു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഇന്ന് ഈ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് ശ്ലീഹായെ പോലെ യേശുവിനെ അറിഞ്ഞ് മാനസാന്തര ജീവിതം നയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശുശ്രൂഷക്കായി ഒരുങ്ങിയിരിക്കുന്ന ഇന്നത്തെ സെഷനെ പൂർണ്ണമായും അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. മിസിയോയുടെ രക്ഷാധികാരിയായ അഭിവന്ദ്യ പിതാവ് മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ഞങ്ങളുടെ ആനിമേറ്ററായ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടേത്ത് അച്ഛനെയും ടീം ലീഡറായ ആലീസ് കുട്ടി ആൻറ്റിയെയും അവരുടെ നിയോഗങ്ങളെയും റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സിനെയും എല്ലാ മെമ്പേഴ്സിനെയും മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാ സാങ്കേതിക സംവിധാനങ്ങളെയും നാഥ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും
അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പിതാവായ ദൈവമേ, എല്ലാ ദൈവഹിതപ്രകാരം നടക്കുവാൻ നമ്മെ തന്നെ ഉദ്യതനായ മിശിഹായിക്ക് വിട്ടുകൊടുക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൂതർ മധ്യേ വലിയ സന്തോഷം ഉണ്ടാവുമെന്ന് യേശുക്രിസ്തു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാനസാന്തര പ്രത്യുത്തരത്തെക്കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ ജപമാലയിലൂടെ വളരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ആരംഭിച്ച സോളി ചേച്ചിയെയും ഫാമിലിയെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെയും ഗാനത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെയും നമ്മെ ആത്മീയമായി ഒരുക്കിയ വിൻസെന്റ് ചേട്ടനെയും ആന്റണി ചേട്ടനും ഒത്തിരി നന്ദി. നമ്മുടെ ആത്മീയ പിതാവും മിസ്സിയുടെ രക്ഷാധികാരിയുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആനിമേറ്ററായ ബഹുമാനപ്പെട്ട അഗസ്ത്യ മുണ്ടിയാത്ത് അച്ഛനെയും, അതുപോലെ തന്നെ ഇന്ന് സമാപന സന്ദേശത്തിനായി എത്തിയിരിക്കുന്ന ഫാദർ മാത്യു പുതിയാത്ത് അച്ഛനെയും ഏറെ സ്നേഹത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എവർക്കും പ്രിയപ്പെട്ട ആലിസൂട്ടി ആൻറ്റിയെയും ടോമിച്ചൻ ചേട്ടനെയും, അതുപോലെ തന്നെ മെൻറ്റേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ ആദ്യമായി പ്രൊക്ലമേഷനായി വന്നിരിക്കുന്ന വത്സ ചേച്ചീനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്കിലാണ് ഇപ്രകാരം നമ്മൾ വായിക്കുന്നത്: വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയിലായ നാം ഇനി ഒരു പുതിയ ജീവിതമാണ് നയിക്കേണ്ടത്. നമ്മൾ പാപത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമായി പോകാമായിരുന്ന നമ്മുടെ ജീവനും ജീവിതവും സമ്പത്ത് മക്കള് എല്ലാം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം യേശു സ്വന്തം ജീവൻ വില കൊടുത്ത് നമുക്ക് തിരിച്ചു തന്നു. ഈ തിരിച്ചു കിട്ടിയതിന്റെ ഉടമസ്ഥൻ ഇനിമേൽ നമ്മളല്ല, കർത്താവായ യേശുവാണ്. അതെല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സമ്പൂർണ്ണ സമർപ്പണം. ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മാനസാന്തര പ്രത്യുത്തരം. നമ്മൾ ഈ ലോകത്തിൽ ആരുമല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവാണ് മാനസാന്തരം. നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിന് സമർപ്പിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് തിരിയുന്ന സമയം, അതായത് ജഡിക മനുഷ്യനിൽ നിന്നും ആത്മീയ മനുഷ്യനിലേക്ക് നമ്മൾ വഴിമാറുന്നു. വിട്ടുകൊടുക്കലിന്റെയും സമർപ്പണത്തിന്റെയും സമയമായി മാറുന്നു. രക്ഷിച്ചവനോടുള്ള ആഴമായ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ഉപേക്ഷിക്കലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും പരിണിത ഫലമാണ് മാനസാന്തര പ്രത്യുത്തരം. എല്ലാ മേഖലകളും ക്രിസ്തുവിന് സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒരിക്കലും ലോകത്തിന് തരാൻ സാധിക്കുകയില്ല. മാത്രമല്ല, നമ്മൾ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. പിന്നെ ലോകത്തിന് നമ്മെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27 പറയുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്. യേശു ഗലീലിയ കടൽ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ ശിമയോനും സഹോദരൻ അന്ത്രയോസും കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു: നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. വീണ്ടും ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം
27ഉം 28ഉം വാക്യങ്ങളിൽ ഇങ്ങനെ ലേവിയുടെ സമർപ്പണം കാണുന്നുണ്ട്. യേശു പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഉടനെ അവനെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. മാനസാന്തരം എന്ന് പറഞ്ഞാല് ഒരു വിശുദ്ധീകരണവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തില് 1ഉം 2ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും ഒരു സജീവ ബലിയായും സമർപ്പിക്കുവിൻ. ഇതാണ് ശരിയായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നല്ലതും ദൈവത്തിന് പ്രീതികരമായത് എന്തെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഒരു നവീകരണം ഉണ്ടാകുന്നു. നമുക്ക് നല്ലത് എന്തെന്നും ദൈവത്തിന് പ്രീതികരമായത് എന്തെന്നും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. യേശു എൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിനും ഉപരിയാണ്. മക്കൾ, മാതാപിതാക്കൾ, സമ്പത്ത്, ജോലി, സ്ഥാനമാനങ്ങൾ, എല്ലാറ്റിനും ഉപരിയാണ് യേശു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 29-ൽ പറയുന്നുണ്ട്, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏവനും 100 ഇരട്ടി ലഭിക്കും, മാത്രമല്ല നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. നമ്മൾ എന്താണ് സമർപ്പിക്കേണ്ടത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ളതാണ് അറിവ്, നേട്ടങ്ങൾ, സമ്പത്ത്, ബന്ധങ്ങൾ, ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. വീണ്ടും നെഗറ്റീവ് ആണ് പാപങ്ങള്, ആന്തരിക മുറിവുകള്, തഴക്ക് ദോഷങ്ങള്, പിരിമുറുക്കങ്ങള്, ഇതെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ്. ഇങ്ങനെ സമർപ്പിച്ച ഒരു വിശ്വാസ സമൂഹമാണ് ആദിമ ക്രിസ്ത്യാനികള്. ഇങ്ങനെയെല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം പറയുന്നുണ്ട്, ഇനിമേൽ ഞാനല്ല യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കും. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ ദുർമോഹങ്ങളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ലൂക്കാസ് വിശേഷം 19-ല് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സക്കേഹൂസിന്റെ മാനസാന്തരം നമ്മൾ വായിക്കുന്നുണ്ട്. സക്കേഹൂസ് ധനികനും ചുങ്കക്കാരിൽ പ്രധാനിയുമായിരുന്നു. സിക്കമോർ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്കും ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ടും തിരികെ കൊടുക്കുവാൻ സക്കേഹൂസ് തീരുമാനിച്ചു. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങളിൽ സാവൂളിന്റെ മാനസാന്തരം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂള് കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുകയും യേശുവിന്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ മാനസാന്തരം ഉണ്ടായി യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. വിജാതീയരുടെ അപ്പസ്തോലനായി മാറി. എനിക്കുണ്ടായ ഒരു മാനസാന്തര അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഒരു ധ്യാനത്തിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ ഞാൻ കാണാൻ തുടങ്ങി. ഞാന് പാപികളിൽ പാപിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. മാത്രമല്ല എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന ഒരു തിരിച്ചറിവ് കൂടി എനിക്ക് കിട്ടി. കണ്ണുനീരോടുകൂടി ഞാൻ പോയി നല്ലൊരു കുമ്പസാരം നടത്തി. വലിയൊരു ഭാരം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല യേശുവാകുന്ന പാറമേൽ എൻ്റെ ജീവിതം ഞാൻ സ്ഥാപിച്ചു. അതിനുശേഷം പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും ഞാൻ കടന്നു പോകേണ്ടി വന്നു. പക്ഷെ അവിടെയെല്ലാം യേശുവിൻ്റെ കരങ്ങൾ എന്നോട് കൂടി ഉണ്ടായിരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്, 3 പെൺപിള്ളേര്. അവര് കോളേജിൽ പോയപ്പോൾ കത്തോലിക്ക സഭ വിട്ട് നോൺ ഡിനോമിനേഷനിലേക്ക് പോയി, കൂടെയുള്ള കൂട്ടുകാരുടെ പ്രഷർ കാരണം. അപ്പം അങ്ങനെ ഒരു 5 വർഷത്തോളം അവര് സഭ വിട്ടു പോയി. പക്ഷെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പൂർണ്ണമായി അത് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവര് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. യേശു ഇന്നും ജീവിക്കുന്നു. വീണ്ടും 2019-ല് എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം തിരിച്ചു വിളിച്ചു. 3 വർഷത്തോളം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, സംസാരശേഷി നഷ്ടപ്പെട്ടു,
കൈകാലുകളുടെ ബലം പോയി. ഇവിടെ എല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റിയത് യേശുവിന്റെ സാന്നിധ്യം എന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അന്നെല്ലാം എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും ശക്തിപ്പെടുത്തിയ ഒരു വചനമാണ് ഐസയ 41:13. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശുവാണ് എല്ലാറ്റിനും ഉപരി എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാനസാന്തരം എന്ന് പറഞ്ഞു വെച്ച വത്സ ചേച്ചിക്ക് 1000 നന്ദി. അടുത്തതായി നമുക്ക് ടെസ്റ്റ് മണിക്കായി ആനി ചേച്ചിയെ ക്ഷണിക്കാം. ആനി ചേച്ചി പ്ലീസ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും. സ്നേഹം നിറഞ്ഞവരെ, ഈ ലോക സുഖങ്ങളിൽ മാത്രം മുഴുകി തികച്ചും ലൗകിക ജീവിതം നയിച്ചിരുന്ന എൻ്റെ മനസ്സിനെ ദൈവം തൻ്റെ വചനത്താൽ നവീകരിച്ച് രൂപാന്തരപ്പെടുത്തി സ്വന്തമാക്കിയ ഒരു മാനസാന്തര അനുഭവത്തെ പറ്റിയാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും പരിശുദ്ധ കുർബാനയോടും കൂദാശകളോടും സഭാ സംവിധാനങ്ങളോടും താല്പര്യമില്ലാതെ അകലം പാലിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി മാത്രം ജീവിച്ചിരുന്നു. ചുരുക്കത്തിൽ വിശുദ്ധ കുർബാന, കുമ്പസാരം എന്നിവയൊക്കെ വെറും യാന്ത്രികമായിരുന്നു. മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഒരു കപട ഭക്തിയായിരുന്നു അതെല്ലാം. കുമ്പസാരമാണെങ്കിൽ ഒരു ന്യായീകരണ കുമ്പസാരമായിരുന്നു. ധാരാളം നോവലുകളും കഥകളും മറ്റ് ചപ്പ് ചവറുകളും ഒക്കെ ഇഷ്ടം പോലെ വായിച്ചു കൂട്ടും. വിശുദ്ധ ഗ്രന്ഥമോ സഭാ പഠനങ്ങളോ ആധ്യാത്മിക ഗ്രന്ഥങ്ങളോ ഒന്നും വായിക്കാറില്ല. കുടുംബ പ്രാർത്ഥന അപൂർവമായി മാത്രം. പകരം സിനിമകള്, ടൂറുകള്, മറ്റ് സമ്മേളനങ്ങള് ഒന്നും വിടില്ല. ഇടവക കൂട്ടായ്മയിലും ഉണ്ടാവില്ല. മതം ഏതായാലും മതി, നന്നായിട്ട് ജീവിച്ചാൽ മതി, സ്വർഗത്തിൽ പോകും എന്നൊരു തെറ്റായ ധാരണയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അതിനൊരു വ്യാഖ്യാനവും കൊടുത്തിരുന്നു. ഒരു മലയുടെ മുകളിലേക്ക് പല വഴികളുണ്ട്, ഏത് വഴിയിൽ കൂടി പോയാലും മുകളിലെത്താം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പാപബോധമോ ദൈവാശ്രയ ബോധമോ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളൊക്കെ മറ്റാരുടെയോ കുഴപ്പങ്ങളെ കൊണ്ടാണെന്ന് പറയും. തികച്ചും ഒരു ലൗകിക ജീവിതമായിരുന്നു എൻ്റേത്. എന്നിട്ടും പാവമില്ല എന്ന ഭാവത്തിൽ ജീവിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു അടിപൊളി ജീവിതമായിരുന്നു. പക്ഷെ പഠിക്കുവാനും ഒക്കെ എനിക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അടിപൊളി ജീവിതമായി ജോലിയൊക്കെ ആയി കഴിഞ്ഞു വരവെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ കമ്മീഷണറായി സ്ഥലം മാറ്റം ലഭിച്ചു. അധികം താമസിയാതെ കോട്ട ആശ്രമത്തിലെ ഇലവുങ്കൽ കൊച്ചുമാത്യു അച്ഛൻ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൻ്റെ പക്കൽ വന്നു. തുടർന്ന് അച്ഛനുമായി നല്ല സുഹൃത്ബന്ധമുണ്ടായി. കോട്ട ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വരുവാൻ അച്ഛൻ ക്ഷണിച്ചു. പക്ഷെ ഞാൻ പോയില്ല, എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു ധ്യാനം കൂടേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് ധ്യാനമെന്നും അങ്ങനെയൊക്കെ ഞാൻ മുട്ടായുക്തിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ആനി ചേച്ചിയും സ്റ്റീഫൻ ചേട്ടനും കൂടെ ധ്യാനത്തിന് വരണം എന്ന് പറഞ്ഞു. ഉടനെ അച്ഛനെ ധിക്കരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിന് പോയിട്ട് ആദ്യത്തെ ദിവസം വല്ലാതെ ബോറടിച്ചു. തിരിച്ചു പോരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ പോകുന്നില്ല. രണ്ടാം ദിവസം കുമ്പസാരത്തിന്റെ ഒരുക്ക ദിവസമായിരുന്നു. അന്നത്തെ വചനങ്ങൾ, അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് എൻ്റെ ജീവിതം മാത്രമായിരുന്നു എന്ന് ഞാൻ അന്ന് കണ്ടു. എൻ്റെ മനസ്സിളകി. ഞാൻ ഒരു വാക്ക് പോലും വിടാതെ മുഴുവൻ സൂക്ഷിച്ച് കേട്ടിരുന്നു. അതിനകത്തെ വചനങ്ങളെല്ലാം എന്നെ സ്പർശിച്ചു. അങ്ങനെ ജീവിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ജീവിതത്തിന്റെ അതൊരു ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. തിരുവചനത്തിൽ ഹെബ്രായ ലേഖനം 2:12 നാം കാണുന്നു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്,
അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി അദ്ദേഹത്തിന്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ തിരുവചനം എന്റെ ഹൃദയത്തിൽ മാംസം ധരിച്ച ദിവസമായിരുന്നു അത്. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ആരെന്നും എന്തെന്നും എന്നാൽ എങ്ങനെ ആയിരിക്കേണ്ടവളാണെന്നും ഒക്കെയുള്ള ബോധ്യങ്ങൾ വന്നു. യെശയ്യാ 59:2 നാം കാണുന്നു, എന്റെ അകൃത്യങ്ങൾ എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നുവെന്നും എന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം എന്നിൽ നിന്നും മറച്ചിരിക്കുന്നുവെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. എന്റെ മനസ്സ് വെന്തു നീറി, അനുതാപ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അപ്പോൾ എന്റെ മനസ്സിന്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ധൂർത്തപുത്രനെ പോലെ തിരിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിച്ചു. അന്ധയാചകനായ ബർത്തലേമോസ് തന്റെ കുപ്പായം വലിച്ചെറിഞ്ഞതുപോലെ എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാൻ ഞാൻ ആഗ്രഹിച്ചു. 1 ജോൺ 1:9 നാം വായിക്കുന്നു, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ തിരുവചനങ്ങളും ഈ മനസ്സിന്റെ നവീകരണവും വഴി ഒരു നല്ല കുമ്പസാരത്തിന് ഞാൻ തയ്യാറായി. ഒരു കുറെ സമയമെടുത്ത് ഒരു നല്ല കുമ്പസാരം കഴിച്ചു. ഈ ജീവിതത്തിലെ ആദ്യത്തെ നല്ല കുമ്പസാരമായിരുന്നു അത്. അതോടുകൂടി മനസ്സിലുണ്ടായിരുന്ന കെട്ടുകളും വിങ്ങലുകളും എല്ലാം ഒരു പരിധി വരെ കുറഞ്ഞു. പിന്നെ എന്റെ പാപങ്ങളെല്ലാം എന്റെ യേശു ഏറ്റെടുത്തുവെന്നും എനിക്ക് വിടുതലും സൗഖ്യവും ലഭിച്ചുവെന്നും എനിക്ക് ബോധ്യം വന്നു. അടുത്ത ദിവസം രാവിലെ വിശുദ്ധ ബലി ഏറ്റവും സ്നേഹത്തോടെയും അഭിഷേകത്തോടെയും വിശുദ്ധിയോടെയും അർപ്പിച്ചു. തിരുവോസ്തിയിലൂടെ എന്റെ യേശു എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ അവാച്യമായ സ്നേഹവും അനുഭൂതിയും അനുഭവിച്ചു. ഞാൻ എന്റെ ഒരു ഭാരമെല്ലാം പോയി ഞാൻ വേറെ ഏത് ലോകത്തിലായ പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെ നല്ല ഒരു അനുഭൂതിയായിരുന്നു ആ കുർബാനയിൽ എനിക്ക് ലഭിച്ചത്. കുർബാനയ്ക്ക് ശേഷം ഉടനെ തന്നെ ആരാധനയായിരുന്നു. ഈ ആരാധനയും ഒരു വലിയ അഭിഷേകമായിരുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുവാനും കൈകളെല്ലാം ഉയർത്തി പാട്ടുകൾ പാടുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നാണക്കേടുള്ള കാര്യമായിരുന്നു. അതൊക്കെ എന്റെ സ്റ്റാറ്റസിന് ചേരുന്ന കാര്യമല്ല എന്ന് തന്നെ ഞാൻ കരുതിയിരുന്നു. ഈ ആരാധനയിൽ ദൈവം ഒരു വലിയ അടയാളം കൂടി കാണിച്ചു തന്നു. കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് പോലും വിശ്വസിക്കാനാവാത്ത ഒരു സത്യം. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഏകദേശം 150ഓളം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടത്തിൽ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അമ്മയും ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നടന്നിട്ടില്ല. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ അമ്മയും കുഞ്ഞിനെ ശ്രദ്ധിച്ചിരുന്നതാണ്. ആരാധനാ മധ്യേ ആ കുഞ്ഞ് തനിയെ ഊർന്നിറങ്ങി കാലുകൾ നിലത്തുറപ്പിച്ച് മെല്ലെ മെല്ലെ നടന്നു തുടങ്ങി. ആരും പറയാതെ തന്നെ നടന്ന് സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തി. ഉടനെ അച്ഛൻ പറഞ്ഞു ആ കുഞ്ഞിനെ മേളിലേക്ക് കയറ്റി നിർത്താൻ പറഞ്ഞു. ആൾക്കാരോ മേളിലേക്ക് കയറ്റി നിർത്തി. അച്ഛൻ ആ കുഞ്ഞിനെ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ അറിഞ്ഞതല്ലേ, ഈ കുഞ്ഞിന് നിങ്ങൾ ഒരു അടയാളം, വളരെ വ്യക്തമായ ഒരു വലിയ അടയാളം തന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം നടത്തിയ ഒരു അത്ഭുതമാണ് എന്ന് അച്ഛൻ പറഞ്ഞു. അത് വളരെ ശരിയായിരുന്നു. ഞങ്ങൾ അവിടെ കൂടിയിരുന്ന എല്ലാ ആൾക്കാരുടെയും എന്റെ ഉൾപ്പെടെ വിശ്വാസം വളരെയധികം വർദ്ധിച്ചു. ഈ സംഭവം ശരിക്കും അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. യേശു കർത്താവ് എന്നും ജീവിക്കുന്നവരാണെന്നും കൂടെ നടക്കുന്നവരാണെന്നും നമുക്ക് ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും ആത്മാവിന്റെ രക്ഷയും എല്ലാം തരുന്ന ഏക രക്ഷകനാണെന്നുള്ള ബോധ്യം വന്നു. അതുപോലെ തന്നെ നിങ്ങൾ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടെന്നുള്ള വചനവും ഞാൻ അവിടെ ബോധ്യപ്പെട്ടു. എന്റെ വിശ്വാസം വളരെയധികം വർദ്ധിച്ചു. യേശു ഏക രക്ഷകനാണെന്നും അവിടുത്തെ മാത്രമേ രക്ഷയുള്ളൂവെന്നും എനിക്ക് നല്ല ബോധ്യം കിട്ടി. നേരത്തെ അങ്ങനെയൊന്നും എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. എന്റെ പാപമോചനത്തിനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് പാടുപീടുകൾ സഹിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് ഉത്ഥാനം ചെയ്ത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്തു എന്നും എനിക്ക് ബോധ്യം വന്നു. അതിന് പ്രത്യുത്തരമായി ഞാൻ എന്റെ ജീവിതം മുഴുവൻ അവിടുത്തെ മുമ്പിൽ പരിപൂർണമായി സമർപ്പിച്ചു. എന്റെ ദുസ്വഭാവങ്ങളും അള്ളിപ്പിടുത്തങ്ങളും അഹങ്കാരവും ധാർഷ്ട്യവും എന്ന് വേണ്ട സകല ദുർഗുണങ്ങളും ദുശീലങ്ങളും ഉപേക്ഷിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. വിശുദ്ധ ബലിയോടും കൂദാശകളോടും സഭാ സംവിധാനങ്ങളോടും വിശുദ്ധ ഗ്രന്ഥത്തോടും ആഴമേറിയ സ്നേഹവും ആദരവും ഉണ്ടാകുവാൻ കൃപ ലഭിച്ചു.
അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു, എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ ലഭിച്ചു. അങ്ങനെ ഒരു 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 വലിയ ദൈവാനുഭവത്തിൽ കൂടി എന്റെ ദൈവം എന്നെ എന്റെ മനസ്സിന്റെ നവീകരണം വഴി എന്നെ രൂപാന്തരപ്പെടുത്തി. വീണ്ടും മിസിയോ കുടുംബത്തിന്റെ ഭാഗമായി 13ാം ബാച്ച് മുതൽ ചേരുവാൻ എനിക്ക് സാധിച്ചു. അവിടെ എന്റെ വിശ്വാസം വളരെയധികം വർദ്ധിച്ചു. എന്റെ കാഴ്ചപ്പാടും വചനത്തോടുള്ള അദമ്യമായ സ്നേഹവും വർദ്ധിച്ചു. പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ എനിക്ക് ലഭിച്ചു. വചനങ്ങളൊക്കെ വായിക്കുന്നതോറും പുതിയ പുതിയ ഉൾക്കാഴ്ചകളാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വീണ്ടും എൻ്റെ മനസ്സിന് അനുദിനം നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, രൂപാന്തരീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പാപങ്ങളൊക്കെ ചെയ്യാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴൊക്കെ അനുതപിച്ച് നല്ല കുമ്പസാരം നടത്തി യേശുവിന്റെ വഴിയിലൂടെ പോകുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. ഇത്രയും വലിയ കൃപ എനിക്ക് നൽകിയ എന്റെ പൊന്നു തമ്പുരാനെ നന്ദി, സ്തുതി, സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ സഹായിച്ച മിസിയോ ഭവനും നന്ദിയും അർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. മാനസാന്തരത്തിലൂടെ നമ്മുടെ പുതിയ വ്യക്തികളാകുവാൻ ആഹ്വാനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായ ആനി ചേച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തായി സ്ലൈഡ് പ്രസന്റേഷനാണ്. അഗസ്റ്റിൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ സ്ലൈഡ് പ്രസന്റേഷനായി ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2-3 ആഴ്ചകള് നമ്മൾ വലിയ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന ആഴ്ചകളാണ്. പാപാവസ്ഥയിലായിരുന്ന എന്നെ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ള ആ വാർത്ത, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ ആശ്വാസം തരുന്ന ഒരു ഉത്തരമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ വിട്ടുകൊടുക്കലിൻ്റെ, ഉപേക്ഷിക്കലിൻ്റെ ഒക്കെ ആഴ്ചയായിട്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നാം ദൈവവുമായിട്ട്, പ്രകൃതിയുമായിട്ട് ബന്ധങ്ങളിലൊക്കെ അനുരഞ്ജനപ്പെട്ടിരിക്കുകയാണ്. ഈ വലിയ സന്തോഷത്തിൻ്റെ ഇനിയും ആഴപ്പെടാനായിട്ട് അവൻ എനിക്കായി അവന്റെ രക്തം കൊടുത്ത് നേടിത്തന്ന ആ രക്ഷ എങ്ങനെ എനിക്ക് സ്വന്തമാക്കാം എന്നുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് മാനസാന്തര പ്രത്യുത്തരം. അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അപ്പസ്തോലന്മാരോട് ആദിമ ക്രൈസ്തവ സമൂഹം യേശുവിനെ പറ്റിയും അവന്റെ ദൈവത്വത്തെ പറ്റിയും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞപ്പോൾ അവർ പൂർണ്ണമായും വിശ്വസിച്ച് പത്രോസിനോട് ചോദിക്കുകയാണ്, ഹൃദയം നുറുങ്ങി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതേ ഒരവസ്ഥയിൽ അവനെ ഹൃദയത്തിൽ വിശ്വസിക്കണമെന്നും അധരം കൊണ്ട് ഏറ്റുപറയണമെന്നും അതിന് ഞാൻ മാനസാന്തരപ്പെടണം എന്നുള്ള ഉത്തരം എനിക്ക് കിട്ടി. എന്താണ് മാനസാന്തര പ്രത്യുത്തരം എന്ന് നാം കാണാൻ പോവുകയാണ്. മാനസാന്തര പ്രത്യുത്തരം എന്നത് സമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണെന്ന് നമുക്ക് വത്സ ചേച്ചിയിലൂടെയും അനു ചേച്ചിയിലൂടെയും മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞതാണ്. നാം ചെയ്ത എല്ലാ തെറ്റുകളും ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് തൂത്തെറിയും എന്ന് മിക്ക 7:19 നാം വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാപങ്ങളൊക്കെ തൂത്തെറിയപ്പെട്ട് കഴിഞ്ഞപ്പോഴ് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നമ്മൾ അവന്റെ രക്തം വഴി ഇപ്പൊ സമീപസ്ഥരായിരിക്കുന്നു എന്നുള്ള ആ സന്തോഷത്തിന്റെ നാളുകളിലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് എന്താണ് മാനസാന്തരമെന്ന്, അത് സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്താണ് സമർപ്പിക്കേണ്ടത്? ആഴമായൊരു വിശ്വാസം എനിക്കുണ്ട്. ഏറ്റുപറച്ചിലിന്റെയും ഉപേക്ഷിക്കലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും വിശിഷ്യ ആശ്രയബോധത്തിന്റെയും പരിണത ഫലമാണ് മാനസാന്തരമെന്ന്
ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ നാം ലൂക്കാസ് സുവിശേഷകന്റെ 19-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ സക്കേവൂസിനെ പരിചയപ്പെടുന്നുണ്ട്. സക്കേവൂസ് യേശുവിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. സിക്കമൂർ മരത്തിന്റെ ചുവട്ടിൽ വന്ന യേശു പറയുകയാണ്, സക്കേവൂസെ വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേട്ട് അവൻ സക്കേവൂസിനെ അവന്റെ കൂടെ കൊണ്ടുപോവുകയും യേശുവിനെ സക്കേവൂസ് ആ വീട്ടിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴ് യേശുവിൽ വിശ്വസിച്ച സക്കേവൂസ് 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. നോക്കുക, വഞ്ചിച്ചിട്ടുണ്ടെന്ന് അവനറിയാം. അവൻ ഏറ്റു പറഞ്ഞു. അവന്റെ ഉണ്ടായിരുന്നതിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാമെന്നു അവൻ ഉപേക്ഷിച്ചു. വിട്ടുകൊടുക്കല്, ആരുടെയെങ്കിലും വഞ്ചിച്ചെങ്കില് അതിന് 4 ഇരട്ടി കൊടുക്കുക. അത് കൂടാതെ അങ്ങനെ ആവുമ്പോഴേ ഞാൻ നിന്റെ ആശ്രയത്വത്തിലാണ് എന്ന് അവൻ പറയുമ്പോൾ അതാണ് പരിപൂർണമായിട്ടുള്ള സമർപ്പണം. അങ്ങനെ വരുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, എനിക്ക് വേണ്ടി രക്തം ചിന്തി നേടിത്തന്ന രക്ഷ എനിക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഇവിടെ നോക്കുക, 9-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം എന്താണോ ആഗ്രഹിക്കുന്നത് അത് സമ്പൂർണമായ സമർപ്പണം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു. മറ്റൊരർത്ഥത്തിൽ നമ്മുടെ മാനസാന്തരത്തിന്റെ ഉത്തരമായി കിട്ടുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഇവിടെ പഴയ സക്കേവൂസ് കടന്നുപോയി, ഇതാ പുതിയ സക്കേവൂസ് വന്നു കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കണം. ഇത് സക്കേവൂസിന്റെ മാത്രം ഒരു കഥയല്ല, നമ്മുടെ ഒക്കെ കഥയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സമർപ്പണത്തിൽ നമുക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്താണ് മാനസാന്തരം എന്ന് വീണ്ടും നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിന്റെ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരികയാണ്, അനുതപിച്ച് പാപമോചനം നേടിയ മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരമാണ് മാനസാന്തരമെന്ന്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സുമൊക്കെയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഉപേക്ഷിക്കണം, പൂർണ്ണമായിട്ട് അത് ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ എന്താണ് ലഭിക്കുക? സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തിന് മനുഷ്യൻ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കൊടുത്ത ആ അസ്തിത്വം അവനിലേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ അതിന് പ്രത്യുത്തരം കിട്ടുന്നു. അതാണ് മാനസാന്തരം. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ പറയും, എല്ലാറ്റിനും ഉപരി എനിക്ക് നീയാണ്. ജീസസ്, യു ആർ മൈ എവ്രിതിങ്. മൈ എവ്രിതിങ് എന്ന് പറയുമ്പോൾ ഒന്നും മാറ്റിവെക്കുന്നില്ല, നീയാണ് ഇനി. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു വാചകമുണ്ട്, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏവരും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ഇവിടെ ഭവനം എന്ന് പറയുന്നത് അവൻ ഏറ്റവും സുരക്ഷിതത്വം നൽകിയിരുന്ന സ്ഥലമായിരുന്നു, അത് അവൻ ഉപേക്ഷിക്കുന്നു. വയലുകൾ എന്ന് പറയുന്നത് അവന്റെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട്, അവന്റെ സമ്പത്തിന്റെ വർധനവിന് വേണ്ടിയിട്ട് അവൻ ഉപയോഗിച്ചിരുന്നതാണ്, അതും അവൻ ഉപേക്ഷിക്കുന്നു, അത് പരിത്യജിക്കുന്നു. പിന്നെ പരിത്യജിക്കേണ്ടത് ആരാണെന്ന് നോക്കിക്കേ. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബന്ധുബലമാണ് വലിയ ബലമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സഹോദരന്മാരാവാം, സഹോദരികളാവാം, നമ്മുടെ അപ്പനും അമ്മയും ആവാം, നമ്മുടെ മക്കളാകാം. ഇതിനപ്പുറത്തേക്കൊരു ബന്ധം നമുക്ക് ഈ ലോകത്തിലില്ലല്ലോ. അതിനെയൊക്കെ ഉപേക്ഷിച്ചാൽ അവന് 100 ഇരട്ടി ലഭിക്കും. നമ്മുടെ വിശുദ്ധന്മാരെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അവരിതെല്ലാം ചെയ്തവരല്ലേ? നിസ്വനായ ഫ്രാൻസിസ് അസീസിയെ പോലെ അപ്പന്റെ ഇട്ടിരുന്ന വസ്ത്രം, നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്റേതാണെന്ന് പറഞ്ഞ പട്ടുവ്യാപാരിയോട് അതുപോലും ഉപേക്ഷിച്ചിട്ട് നഗ്നനായിട്ട് ഓടുന്ന ഫ്രാൻസിസ് അസീസി. ആ പറയുന്ന തരത്തില് എല്ലാം നഷ്ടപ്പെടുത്തിയ ഫ്രാൻസിസ് അസീസി ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുമ്പോൾ സഹോദരനാണ്,
അല്ലെങ്കിൽ നമ്മുടെ അപ്പന്റെ സ്ഥാനത്താണ്. നോക്കുക, 100 ഇരട്ടി ലഭിക്കുമെന്ന്. ഈ ലോകത്തിലുള്ള വിശ്വാസികൾ എല്ലാവരും അവന്റെ സഹോദരന്മാരാണ്, അല്ലെങ്കിൽ അപ്പന്റെ സ്ഥാനത്തുള്ളതാണ്, അല്ലെങ്കിൽ മകന്റെ സ്ഥാനത്തുള്ളതാണ്. അത് കൂടാതെ നമ്മൾ വിശ്വസിക്കുന്നു അവര് നിത്യജീവൻ അവകാശമാക്കി. അതുകൊണ്ടാണ് അവരെ ഇന്ന് അൾത്താരയിൽ നമ്മൾ കാണുന്നത്. സമർപ്പണം പൂർണ്ണമായിരിക്കണം, സമ്പൂർണമായിരിക്കണം എന്ന് ഞാൻ പറയുമ്പോഴേ, മാതാവിന്റെ സമർപ്പണം, പരിശുദ്ധ മാതാവിന്റെ സമർപ്പണമാണ് ഏറ്റവും മുൻപിൽ വരുന്ന നമ്മുടെ ഒരു ഉദാഹരണം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ലൂക്കാ സുവിശേഷം 1:28 നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നത് പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത, വിവാഹം ചെയ്തിട്ടില്ലാത്ത, വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും ഭവിഷ്യത്തുകളും ഒക്കെ അവളുടെ മനസ്സിന്റെ ആ തലത്തിൽ നിന്ന്, ബുദ്ധിയുടെ തലത്തിൽ നിന്ന് മാറ്റിയിട്ട് പറയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അങ്ങനെ സമ്പൂർണമായി സമർപ്പിച്ച പരിശുദ്ധ മാതാവ്. ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഒക്കെ സമർപ്പണത്തെ പറ്റി ഇവിടെ നമുക്ക് ചേച്ചി പറഞ്ഞു തന്നതാണ്. എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ പറയുകയാണ്. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വലയും ഉപേക്ഷിച്ച്, എന്തായിരുന്നു വല അവരെ സംബന്ധിച്ചിടത്തോളം? അവരുടെ ജീവിക്കുവാനായിട്ട്, സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമായിരുന്നു. അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. മർക്കോസ് സുവിശേഷകൻ ആ കാര്യം 1-ാം അധ്യായത്തിൽ പറയുന്നു. ലേവിയുടെ സമർപ്പണത്തെ പറ്റിയും ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായി ശ്ലീഹായെ പറ്റിയും നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് തിരിച്ചു പോകാനായിട്ട് ഒരു സാധ്യതയുമില്ലാത്ത, കാരണം സമൂഹം അവനെ ഒരു ചുങ്കക്കാരനായി മുദ്രകുത്തി നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, പിടിച്ചുപറിയും പോലെ ആയിരിക്കാം. അവൻ ആ പൈസയും ഒക്കെ ഉപേക്ഷിച്ചിട്ട്, ഈ ചുങ്കസ്ഥലത്തിരിക്കുന്ന ആളിനെ ഈ പടത്തിൽ നമ്മൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ അവന് പണസഞ്ചികളൊക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുകയാണ്. അങ്ങനെ സമ്പൂർണമായി സമർപ്പിക്കുന്ന സമരിയാക്കാരി സ്ത്രീ, അവരുടെ പൂർവ്വകാല ചരിത്രമൊന്നും അത്ര മനോഹരമായിട്ടുള്ളതല്ലായിരുന്നത് കൊണ്ട് ആരെയും കാണാൻ ഇഷ്ടപ്പെടാതെ അവൾ ഉച്ച സമയത്ത്, എല്ലാവരും വീട്ടിലായിരിക്കുന്ന സമയത്ത് മാത്രം യാക്കോബിന്റെ കിണറിനരികെ വരുന്നവളായിരുന്നു. അങ്ങനെയുള്ള അവളോട് യേശു അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനാണ് വരാനിരിക്കുന്ന ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചിട്ട് എന്തിനാണോ അവൾ അവിടെ വന്നത്, ആ കുടം പോലും അവിടെ മറന്നിട്ട് അവൾ ഓടുകയാണ് പട്ടണത്തിലേക്ക്. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി പറയുന്നത്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്നാണ്. പിന്നീട് നാം വായിക്കുന്നുണ്ട്, അവൾ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ കണ്ടു വിശ്വസിച്ചു എന്ന് പറയുന്ന ആ പട്ടണത്തിലെ നിവാസികളെ. നമ്മുടെ തോമാസ് ശ്ലീഹായുടെ സമർപ്പണം നോക്കുക, അതിനപ്പുറത്തൊരു സമർപ്പണം. എന്റെ കർത്താവേ, എന്റെ ഉടമസ്ഥ എന്ന് വിളിക്കുന്നതിന് പകരം എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ സർവ്വതും നീയാണ് എന്ന് പറയുന്ന സമർപ്പണം. ഇങ്ങനെ ഇനിയും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോഴേ വിജാതീയരുടെ അപ്പസ്തോലനായിട്ടുള്ള പൗലോസിന്റെ സമർപ്പണം, സാവൂളിന്റെ സമർപ്പണം. അവൻ നിലംപതിച്ചു, ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നെന്നും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നോക്കുക, സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള ആ അന്തരം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതേ പൗലോസ് പറയാണ്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞു, പുതിയ ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് ഇനി കാണപ്പെടുന്നത്. നമ്മളുമൊക്കെ ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്, അവനെ ധരിച്ചവരാണ്. നമ്മളെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുമോ, ഇതാ ശരിയായ ക്രിസ്ത്യാനി? ക്രിസ്തു എന്തായിരുന്നു അത് അവൻ ജീവിച്ചു കാണിക്കുന്നു. ഞാൻ 4 സുവിശേഷങ്ങളാണ് വായിച്ചിരുന്നത്, ഇത് 5-ാമത്തെ സുവിശേഷം. എനിക്ക് ഇവനെ വായിച്ചാൽ, ഇവനെ മനസ്സിലാക്കിയാൽ എന്താണ് ക്രിസ്തു, എന്താണ് ക്രിസ്തുവിന്റെ അനുയായി, എന്താണ് ക്രിസ്തു മതം എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ആലോചന, ഒരു പുനർചിന്തനത്തിനെയും ഇന്ന് നമുക്ക് ഒരവസരം വന്നിരിക്കുകയാണ്. അങ്ങനെ സമ്പൂർണമായി സമർപ്പിക്കുന്ന മറ്റൊരാളെ നമ്മൾ കാണുന്നുണ്ട്. ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന യേശുവിന്റെ പാദത്തില് കണ്ണീര് കൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തുടച്ച്, അതിൽ നിരന്തരമായി ചുംബിച്ച് സുഗന്ധതൈലം പൂശുന്ന ഒരു പാപിനിയായ സ്ത്രീ. വീണ്ടും അവളുടെ പൂർവ്വ ചരിത്രമൊക്കെ അറിയാവുന്നവരായിരുന്നു അവിടെ ഇരുന്നവർ. അതുകൊണ്ട് തന്നെ അവരുള്ളിൽ പറയുകയാണ്, ഈ മനുഷ്യനെ
അത്ര വലിയ ഒരു കേമനായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം അവൾ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളെ എഴുന്നേൽപ്പിച്ചു വിട്ടേനെ പണ്ടേ. അവരുടെ ഹൃദയം ഗതമറിഞ്ഞ യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നോക്കുക, വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തില് അവളുടെ വിശ്വാസം എല്ലാം വിട്ടുകൊടുക്കുന്ന ആ ഒരു ഉപേക്ഷിക്കുന്ന ആ ഒരു അവളുടെ സ്വഭാവത്തെ യേശു ശ്ലാഘിച്ചുകൊണ്ട് പറയുകയാണ്, സമാധാനത്തോടെ പോവുക. ഇതിന്റെ ഫലം എന്താണ്? ഹൃദയ നൈർമല്യവും നമ്മളുടെ സമാധാനവുമാണ്. സമ്പൂർണമായ സമർപ്പണമാണെന്ന് ഞാൻ പറഞ്ഞു. ആ സമ്പൂർണമായ സമർപ്പണം നമുക്കൊക്കെ വില വയ്ക്കുന്ന കാര്യങ്ങള്, നമ്മൾ വില വയ്ക്കുന്ന കാര്യങ്ങള്, നമ്മളുടെ നേട്ടങ്ങള്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങള്, നമ്മളുടെ ബന്ധുബലം, നമുക്ക് കിട്ടിയ സമ്പത്ത്, നമ്മൾ ധന്യരായി എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ വിലകെട്ടവ എന്ന് കരുതുന്ന നമ്മുടെ മാത്രം അറിയാവുന്ന പാപങ്ങള്, നമുക്ക് മാത്രം അറിയാവുന്ന നമുക്കുണ്ടായ ആന്തരിക മുറിവുകൾ, മറ്റുള്ളവരാലും ഞാൻ തന്നെയും എന്നെ മുറിവേൽപ്പിച്ചത്, എൻ്റെ ജീവിതഭാരവും അതുപോലെ എൻ്റെ ജീവിത വ്യഗ്രതകളും എൻ്റെ തഴക്ക ദോഷങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിക്കണം. ഇവിടെ വിശുദ്ധ ജെറോമിന്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ജെറോം എല്ലാം സമർപ്പിച്ചു. പക്ഷെ യേശു അല്ലെങ്കിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, നീ നിന്റെ പാപങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ധന്യതകൾ മാത്രമല്ല, നമ്മുടെ നേട്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇല്ലായ്മകളും നമ്മളുടെ കുറവുകളും ഭാരങ്ങളും തഴക്ക ദോഷങ്ങളും എല്ലാം സമർപ്പിക്കണം. അങ്ങനെ സമ്പൂർണമായ ഒരു സമർപ്പണമായിരിക്കണം എന്ന് നാം കരുതണം. അങ്ങനെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മനോഭാവം വരുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുകയാണ്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവയെല്ലാം വിറ്റ് കിട്ടിയ തുക അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. ബർണ്ണബാസിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴേ അവരുടെ എല്ലാ വസ്തുവകകളും അവർ വിറ്റിട്ട്, കാരണം മുഴുവനും സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ആശ്രയ ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇനി ഞാനൊന്നും കരുതി എൻ്റെ കയ്യിൽ വെക്കേണ്ട കാര്യമില്ല എന്ന് ഉള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരും. അതുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തെ വീണ്ടും നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ട് പാപത്തിനൊഴികെ എല്ലാ കാര്യത്തിലും മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു പിറന്ന യേശു തന്റെ മരണം വഴി നമുക്ക് വേണ്ടി ഭൗതികമായ അവന്റെ ശരീരത്തിലെ പീഡകളേറ്റ് മരിച്ച് ഉത്ഥാനം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ടതോടുകൂടി നമ്മളെ ദൈവവുമായിട്ടും പ്രകൃതിയുമായിട്ടും, നമ്മൾ ദൈവസ്നേഹത്തെ പറ്റിയുള്ള ആ ഒരു സെഷൻ കേട്ടപ്പോൾ നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മുടെ പാപം വഴി നമ്മൾ അകന്നു പോയത്, ആ പാപാവസ്ഥ വഴി. അതിനെല്ലാം അവന്റെ മരണം വഴി അനുരഞ്ജിപ്പിക്കുകയും അങ്ങനെ അവിടുത്തെ മുമ്പിൽ, ആരുടെ മുമ്പിൽ? ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി. കാരണം നമ്മളുടെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ, ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടിയും, പാപമല്ലാത്തവൻ, പാപമൊഴികെ എല്ലാ കാര്യത്തിലും മനുഷ്യനായിരുന്നവൻ അവന്റെ രക്തം ചിന്തി നമ്മളെ നേടിയെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഒരു രൂപാന്തരീകരണം നടക്കണം. എന്താണ് ഈ രൂപാന്തരീകരണം? രൂപാന്തരീകരണം മലയിൽ കണ്ട ആ രൂപാന്തരീകരണം. യേശു അവിടെ ചെന്നപ്പോൾ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അവന്റെ അടുത്ത് ഏലിയായും മൂശയും നിൽക്കുന്നത് 3 ശിഷ്യന്മാര് കണ്ടതുപോലെ നമ്മൾ മാറണം. റോമാ ലേഖനത്തിലെ ശ്ലീഹ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നമ്മൾ അങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ഇവിടെ അനുചേച്ചി തന്റെ ജീവിത കഥ പറഞ്ഞപ്പോൾ പറയുകയാണ്, അവിടെ ആ ആരാധന നടക്കുമ്പോൾ എന്നിൽ നടക്കുന്ന നവീകരണം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. ഞാൻ മിസ്യോയുടെ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോഴേ ഞാൻ കൂടുതൽ ആ വചനത്തെ ആഴപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോഴേ ഒരു രൂപാന്തരീകരണം അവിടെ നടക്കുകയാണ്. മനസ്സിന്റെ നവീകരണം അഥവാ രൂപാന്തരീകരണം എങ്ങനെയാണ് പ്രാപിക്കേണ്ടതുള്ള ചോദ്യം, പഴയ പാപങ്ങളിൽ നിന്നുള്ള മാറ്റം മാത്രമാണോ, അത് കുറെ നല്ല തീരുമാനങ്ങൾ എടുത്ത് കുറെ പുതിയ പ്രാർത്ഥനകളും പദ്ധതികളുമായിട്ട് ജീവിതം നയിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി, കർത്താവായി മനസ്സിലാക്കി അവന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം. പൂർണ്ണമായി സമർപ്പിക്കലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ജീവിതത്തിന്റെ വ്യഗ്രത കൊണ്ട് ഇവിടെ നമ്മൾ ചില ബന്ധങ്ങള്, അത് നമുക്ക് ബന്ധനമാണ്, അതിനകത്ത് പെട്ടുകിടക്കുകയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ അള്ളിപ്പിടുത്തത്തെ ഒന്ന് വിടണം. വീണ്ടും
സമ്പത്തിന്റെ ആർഭാടങ്ങളിൽ നിന്ന് നോക്കുക. ഇന്ന് ജീവിക്കുന്നവര് ഞാൻ മറ്റവനേക്കാൾ കേമനാണെന്ന് കാണിക്കാനായിട്ട് സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ലോൺ എടുത്ത് ആർഭാടങ്ങളിലാണ് ഇന്ന്. അതെന്തുകൊണ്ടാണ്? ഞാൻ മറ്റവനേക്കാൾ മെച്ചമായിട്ടാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചില സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ കൃത്യം ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ എൻ്റെ ഒരു തഴക്കദോഷം ഇവിടെ വരുന്നത് ചില സാഹചര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ചെന്നുപെടാതിരിക്കാനായിട്ട് അതിലുള്ള അള്ളിപ്പിടുത്തങ്ങൾ നമ്മൾ മാറ്റണം. തഴക്കങ്ങളിൽ ചില തഴക്കദോഷങ്ങൾ നമ്മുടെ കുടുംബപരമായിട്ട് നമ്മൾ വളരെ വീറോടെ പറയാറുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ആ കുടുംബത്തിൻ്റെതായിട്ടുള്ള ചില മോശം സ്വഭാവം എനിക്കുണ്ട്, അത് എൻ്റെ അപ്പൻ വഴി എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളാനല്ല, അതിൽ നിന്ന് അള്ളിപ്പിടിച്ച് കിടക്കാതെ വിട്ടുകളയണം. ലോകത്തിന്റെ അറിവുകൾ നൽകുന്ന നെഗറ്റീവായിട്ടുള്ള നമുക്ക് വിലകെട്ടതായിട്ട് നമ്മൾ തോന്നുന്നതിൽ നിന്നൊക്കെ നമ്മൾ അള്ളിപ്പിടുത്തം മാറ്റണം. ഒരു ചെറിയ കഥ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അള്ളിപ്പിടുത്തം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം. ഒരു കുന്നിന്റെ മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് ഒരു അരുവി വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ അരുവിയുടെ അടിത്തട്ടിലൊക്കെ ആ വലിയ കോളിളക്കി പോകുന്ന ആ അതിന്റെ ഓളങ്ങളുടെ താഴെ വളരെ കഷ്ടപ്പെട്ട് അവിടെയുള്ള പാറയിടുക്കുകളിലും പാറയിലും ചെറിയ തടിക്കഷ്ണങ്ങളിലൊക്കെ അള്ളിപ്പിടിച്ച് ഒരു ജീവിക്കുന്നുണ്ടായിരുന്നു, ഒരു കൂട്ടം ജീവികള്. അങ്ങനെ ജീവിക്കുന്നവരുടെ അപ്പനും അമ്മയും ഒക്കെ ജനിക്കുമ്പോൾ മുതലേ പറയുന്നത്, പിടിവിടരുത്, വിട്ടാൽ നിന്നെ ഈ വരുന്ന ആ ഒഴുക്ക് അടുത്ത പാറയിൽ ഇടിച്ച് നിന്റെ തലയിടിച്ച് നീ മരിച്ചുപോലെ ചത്തുപോകും. അങ്ങനെ കേട്ട് അവരെ അനുസരിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു ജീവി സമൂഹം. അതില് ഒരു യുവാവായിട്ടുള്ള ജീവി, അല്ലെങ്കിൽ അത്ര പ്രായം ആവാത്തൊരു ജീവി പറഞ്ഞു, എനിക്കിത് മടുത്തു, ഞാൻ വിടാൻ പോവുകയാണ്. അവൻ അത് പറഞ്ഞപ്പോ കൂടെ വന്നവർ പറഞ്ഞു, ചെയ്യുന്നത് മണ്ടത്തരമാണ്, നിന്നോട് പറഞ്ഞിട്ടില്ലേ മൂത്തവര് ഇങ്ങനെ ചെയ്താൽ തലയിടിച്ച് മരിക്കുമെന്ന്, അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞവൻ ഒരു ദിവസം കൂടി അങ്ങനെ കിടന്നിട്ട് ഇനി ആരോടും അഭിപ്രായം ഒന്നും ചോദിക്കുന്നില്ല, ആരോടും യാത്രയും പറയുന്നില്ല, അതേ ഞാൻ കൈവിടുന്നു എന്നും പറഞ്ഞിട്ട് അവൻ കൈവിട്ടു. അവനെ ഇവര് പറഞ്ഞതുപോലെ തന്നെ ആ വന്ന വലിയ ഒഴുക്ക് എടുത്ത് 2-3 പ്രാവശ്യം ഒന്ന് മറിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ ഒഴുക്കിന്റെ ഭാഗമായി മാറി. കൂടെ നിന്നവര് പറഞ്ഞു, അനുസരണയില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക, കണ്ടോ അവന്റെ ഗതി, അവൻ ഇപ്പോൾ ചത്തിട്ടുണ്ടാവും. പക്ഷെ കുറച്ചുകൂടി താഴെ വാഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതേ ജീവികൾ അവിടെയുമുണ്ട്. അവര് മുകളിലേക്ക് നോക്കുമ്പോൾ അവരെ പോലുള്ളൊരു ജീവി പറന്നു പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ അവര് വിചാരിച്ചു, നമ്മെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്ന ആരോ ആണ്, രക്ഷക ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവര് ആവശ്യപ്പെട്ടു. പക്ഷെ ഈ ഒഴുക്കിന്റെ ശബ്ദം കൊണ്ട് ആരും അത് കേട്ടില്ല. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലുള്ള ഒരുവനാണ്, വേറെ ഒന്നും ചെയ്യേണ്ട, ഈ അള്ളിപ്പിടുത്തം വിട്ട് ഇങ്ങ് പോന്നാ മതി, ഞാൻ പോകുന്നത് പോലെ പറന്ന് നിങ്ങൾക്കും പോകാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? അവൻ സ്വതന്ത്രമായിട്ട് ആ ഒഴുക്കിന്റെ ഭാഗമായി മാറുന്നത് അതുവരെയും അവൻ അള്ളിപ്പിടിച്ച ചില കാര്യങ്ങള്. അങ്ങനെയുള്ള അള്ളിപ്പിടുത്തങ്ങൾ നമുക്കുണ്ടെന്നാണ് ഈ ബന്ധനമായ ബന്ധനങ്ങളും സമ്പത്തിന്റെ ആർഭാടവും. ആ സമ്പത്തിന്റെ ആർഭാടങ്ങളിൽ നമ്മൾ മതിമറുക്കുന്നതും ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറേണ്ടതും നമ്മുടെ തഴക്കങ്ങളിൽ നിന്ന് മാറേണ്ടത് പറയുന്നത്. അങ്ങനെ അള്ളിപ്പിടുത്തങ്ങൾ ഒരു കാര്യം മനസ്സിലായി കാണും, ഇത് ഒരു ദിവസം നടക്കുന്ന ഒരു പ്രക്രിയയല്ല, ഇതിന് നിരന്തരമായ ഒരു പ്രക്രിയയാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. ഒന്ന്, മാനസാന്തരം എന്ന് പറയുന്നത് എൻ്റെ പാപങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കും കുമ്പസാരക്കൂടും മാത്രമല്ല, അത് സമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണ്. എനിക്കുള്ളതും എൻ്റെ കഷ്ടങ്ങളും എല്ലാം ദൈവത്തിന് കൊടുക്കുന്ന സമയം. 2, അത് ഇന്ന് ചെയ്തു, അതുകൊണ്ട് ഞാൻ സമ്പൂർണമായി സമർപ്പിച്ചു, ഞാൻ മനസാന്തരപ്പെട്ടു, നാളെ എനിക്ക് എങ്ങനെയും ജീവിക്കാം, അങ്ങനെയല്ല. ഇത് നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയ. എല്ലാം ദൈവഹിത പ്രകാരമാണ് നടക്കുന്നതെന്ന്, നമ്മെ തന്നെ ഉദ്ധിതനായ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നതുമാണ് മാനസാന്തരമെന്ന് നാം നമ്മെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റമാണത് നമ്മൾ മനസ്സിലാക്കുക. ദുർമോഹങ്ങളിൽ കലുഷിതമായ മനസ്സിനെ അഥവാ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ മാത്രമേ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ ദുർമോഹം ഇന്നലെയും തുടങ്ങിയതല്ല. ആദ്യ മാതാപിതാക്കൾക്ക് ദൈവത്തെ പോലെ ആകണമെന്നുള്ളൊരു ദുർമോഹം വന്നതുകൊണ്ടാണ് നാം മരണത്തിന് അധീനരായവരും
നമ്മൾ പാപ അവസ്ഥയിലായതും നമുക്കറിയാം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ഞാൻ എൻ്റെ മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോഴേ പാപിയായിരുന്നു. ഈ ദുർമോഹങ്ങളിൽ കലുഷിതമായ ഒരു മനുഷ്യ വർഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെന്ന് മനസ്സിലാക്കുമ്പോൾ, അങ്ങനെയുള്ള ആ പഴയ മനുഷ്യനെ മുഴുവനായി ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കുവാനാണ് മാനസാന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്ന ആത്മാവിലെ ദാരിദ്ര്യാരൂപി, അങ്ങനെയുള്ളവൻ ദൈവത്തെ കാണുമെന്നാണ് പറഞ്ഞത്. സ്വർഗരാജ്യം അവരുടേതാണ്, ദൈവത്തെ കാണുമെന്നല്ല, സ്വർഗരാജ്യം അവരുടേതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്നുമില്ലെന്നും എല്ലാറ്റിന്റെയും മേലെ അധികാരമുള്ളവൻ എന്നെ അവന്റെ മരണം വഴി സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് മാനസാന്തരത്തിന്റെ പ്രതിഫലം. നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുകയും സമ്പൂർണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നവന് ഇതിനൊക്കെയുള്ള അധികാരമുണ്ടോ, ഇതിനൊക്കെയുള്ള കഴിവുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരെ സമീപിച്ച് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും പിതാവായ ദൈവം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവനെയാണ് ഞാൻ കർത്താവായിട്ട് എൻ്റെ ഉടമസ്ഥനായിട്ട് വെക്കുന്നത്. അല്ലാതെ എന്തൊക്കെയോ കുറെ കഴിവുകളും കുറെ അധികാരവും അല്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും അവന് നൽകിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്നും രക്ഷിച്ചതിന്റെ കൂടെയുള്ള മടക്കയാത്രയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടു പോയ വഴികൾ എങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മുടെ മധ്യസ്ഥനായിട്ടുള്ള യേശുവിനെ പറ്റി 1 യോഹന്നാൻ 2:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 6-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതാണ് വാക്കിംഗ് വിത്ത് ജീസസ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടി. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. യോഹന്നാൻ 14 നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്. നമ്മുടെ തോമാസ് ലീഹായ്ക്ക് സംശയം, ഞാന് പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാം, നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയാമല്ലോ, ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ ഇങ്ങോട്ടാണ് നീ പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ എങ്ങനെയാ വഴി അറിയുന്നതെന്ന് ചോദിക്കുമ്പോഴേ പറയുന്ന ഏറ്റവും ആശ്വാസമുള്ള വചനമാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മളെ വേർപെടുത്താൻ പറ്റും? കാരണം അവൻ എല്ലാത്തിന്റെ അധികാരിയാണ്. ക്ലേശത്തിനോ ദുരിതത്തിനോ പീഡനത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ റോമ 8:35 നമ്മൾ വായിക്കുകയാണ്. ഇവിടെയാണ് നാം വീണ്ടും ഒരു വിശുദ്ധനെ പറഞ്ഞു, ലോറൻസ് എന്ന് പറയുന്ന വിശുദ്ധൻ. മതപീഡന കാലത്ത് ഇരുമ്പ് പലകയുടെ മുകളിൽ താഴെ ആഴിയിട്ട് തീയിട്ട് ചുട്ടുകൊല്ലുന്ന അവസ്ഥയിൽ വരുമ്പോഴേ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട ലോറൻസ് പടയാളികളെ വിരിച്ചു പറയുകയാണ്, ഇങ്ങനെ ആഴിയിൽ പൊള്ളിക്കിടക്കുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, വരിക, എൻ്റെ ഒരു വശം വെന്ത് കഴിഞ്ഞു, എന്നെ ഒന്ന് മറിച്ചിടുകയാണെങ്കിൽ ആ വശവും കൂടി വെന്ത് കിട്ടുമെന്ന്. ഇവിടെ അവനെ പീഡിപ്പിച്ചത് കൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അവനെ വേർപെടുത്താൻ പറ്റില്ല എന്ന് അന്ന് ആ പടയാളികൾക്കും ഇന്ന് നമ്മളും വിശ്വസിച്ച് അങ്ങനെയുള്ള വിശുദ്ധരെ നമ്മൾ അനുകരിക്കുമ്പോൾ വണങ്ങുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ കൂടെ ദൈവരാജ്യത്തിലെ ദൈവത്തെ നിത്യമായി മഹത്വപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ കരുതണം. ഇവിടെ നമ്മള് ഇനി ഞാനല്ല അവനാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ജ്ഞാനസ്നാന വെള്ളം സ്വീകരിച്ച എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചവരാണ്. ഗലാത്തി 3:27 അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? മത്തായിയുടെ സുവിശേഷം 5:48 വായിക്കുകയാണ്, നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ, നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുന്നു. ഇവിടെ ഫിലിപ്പി ലേഖനത്തിൽ ശ്ലീഹ പറയാണ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് ഞാൻ പരിപൂർണനായെന്നോ അല്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശ്ലീഹായെ പോലെയുള്ള ഒരാൾ പറയുകയാണെങ്കിൽ തീവ്രമായി ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഒരു നിരന്തരമായ പ്രക്രിയയാണ്. എന്തെന്നാൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് അവബോധമുള്ളുകയാണ്. യേശു നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന അവബോധമാണ് പരിപൂർണതയിൽ എത്തുമെന്ന പ്രത്യാശ നമ്മളെ വളർത്തുന്നത്. അവൻ പരിപൂർണനായിരിക്കുന്നത് പോലെ, പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ അവൻ എന്നെ സ്വന്തമാക്കിയപ്പോൾ എന്നെയും പരിപൂർണതയിൽ എത്തുമെന്നും ആ സ്വർഗ സൗഭാഗ്യത്തിലാക്കുമെന്നുള്ള ഈ അവബോധത്തിൽ എത്രമാത്രം നാം ആഴപ്പെടുന്നുവോ അത്രമാത്രം മാനസാന്തരത്തിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പരിപൂർണമായി സമർപ്പിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയും അത് മാനസാന്തരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ
സങ്കീർത്തകൻ പറയുന്നത് പോലെ മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി, ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. വീണ്ടും പറയുകയാണ്, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ശാന്തനായി ഉറങ്ങുന്നത് ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും ശാന്തത അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു രൂപവും പിക്ചറുമാണ് മാതാവിന്റെ മടിയിലെ, അമ്മയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന. അതിനപ്പുറത്തൊരു സുരക്ഷിതത്വം ആ ശിശുവിനെ സംബന്ധിച്ച് കിട്ടാനില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞ എൻ്റെ ആത്മാവ് ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, എന്തായിരുന്നു മാനസാന്തരം എന്ന് നമ്മൾ കണ്ടു, സമ്പൂർണമായ സമർപ്പണം. എപ്പോഴും അത് സാധിക്കാനായിട്ട് നിരന്തരമായി പ്രവർത്തിക്കുന്നവരെ, അങ്ങനെ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. നാം ഈ കേട്ട കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, മാനസാന്തരം എന്നത് എൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട ഒരു റെസ്പോൺസാണ്, ഒരു പ്രത്യുത്തരമാണ്. അത് സമ്പൂർണമായ സമർപ്പണമാണ്. സകല നേട്ടങ്ങളെയും സകല കോട്ടങ്ങളെയും അവന് സമർപ്പിക്കലാണ്. അതുപോലെ തന്നെ അത് ഞാൻ നേടിക്കഴിഞ്ഞതല്ല, ഇനിയും അതിനു വേണ്ടി നിരന്തരമായി പരിശ്രമിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവമേ നന്ദി. ആമീൻ. മാനസാന്തരം എന്നത് സമ്പൂർണ്ണ സമർപ്പണമാണെന്നും ഇത് നിരന്തരമായ പ്രക്രിയയാണെന്നും വചനത്തിലൂടെ നമ്മളോട് പങ്കുവച്ച അഗസ്റ്റിൻ ചേട്ടന് 1000 നന്ദി. അടുത്തായി ഇടയ സന്ദേശമാണ്. ഇടയ സന്ദേശത്തിനായി അഭിവന്ധ്യ പിതാവും മിസ്സിയോടെ രക്ഷാധികാരിയുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അശ്വതി പിതാവ് കയറിയിട്ടില്ല കേട്ടോ. അടുത്തായി അനൗൺസ്മെന്റ്സ് ആണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി നിങ്ങളുടെ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകൾ ഉള്ള ഫുൾ മിസിയോ കോഴ്സ് ജൂലൈ മാസം 14 മുതൽ 19 വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 90 61 95 42 30 എന്ന നമ്പറിലേക്കോ 70 12 57 45 57 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഇപ്പോഴത്തെ കാലാവസ്ഥ കലുഷിതമായ സാഹചര്യം പരിഗണിച്ച് ജൂൺ മാസം 16 മുതൽ 21 വരെ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന ഫുൾ കോഴ്സ് ക്യാൻസൽ ചെയ്തിരിക്കുന്ന വിവരം അറിയിക്കുന്നു. മിസ്സിയോ ഭവനിൽ 1-2 ദിവസം താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി വികാരിയച്ചന്മാരുടെ അനുവാദത്തോടെ മിസ്സിയോ ഫുൾ കോഴ്സ് സംഘടിപ്പിച്ചാൽ മിസ്സിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസ്സിയോ വൈബ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. നമ്മൾ ഒരു മിഷനാണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ യാതൊരു മെസ്സേജുകളും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസ്സിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കണമെന്നും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്നും അറിയിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് സെഷനായി ഏറ്റവും പ്രിയങ്കരിയായ ആലീസ് കുട്ടി ആന്റിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു അശ്വതി, താങ്ക് യു വെരി മച്ച്. സന്തോഷം. നമ്മള് പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും ഒക്കെ ശരിക്കും നമുക്കിപ്പം മനസ്സിലായി. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണ് ഈശോ കുരിശിൽ മരിച്ച് നമ്മളെ വീണ്ടെടുത്തു എന്നും അല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. അത് പല രീതിയിൽ ഈശോ അനുരഞ്ജനപ്പെടുത്തി, നമ്മുടെ പാപ പരിഹാരം നേടി, നമ്മളെ നീതീകരിച്ചു,
നമ്മളെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചെന്നൊക്കെ നമ്മൾ കേട്ടു. ഇതൊക്കെ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ള നമ്മൾ ഈ ആളുകളിലൊക്കെ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാതെ നമ്മുടെ നാഴികയിൽ എന്നുള്ളതാ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും നമ്മുടെ പ്രത്യുത്തരം, നമ്മുടെ സഹകരണം എങ്ങനെയാണെന്ന് സെന്റ് ആഗസ്റ്റിൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ? നിന്നെ കൂടാതെ നിന്നെ രക്ഷിച്ച ദൈവത്തിന്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ലെന്ന്. ആ ഒരു കോപ്പറേഷനാണ് വിശ്വാസവും മാനസാന്തരവും. വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുന്നത് ഈശോ നമ്മുടെ പാപകടങ്ങളെല്ലാം നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ ശരിക്കും ഇത്രയും കടങ്ങളെല്ലാം എന്നെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് എഴുതി എടുക്കുന്നതാണെന്ന് കണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാവരും കുമ്പസാരിച്ചെന്നാ കരുതുന്നത്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ അത് ചെയ്യും. നമ്മുടെ പ്രത്യുത്തരം എത്രയുണ്ടോ അത്രയും ആയിരിക്കും നമ്മുടെ അനുഭവം. പണ്ട് ഈശോ പറഞ്ഞില്ലേ, നിധി തേടി അന്വേഷിച്ചു പോയ മനുഷ്യനെ പോലെയാ ദൈവരാജ്യം എന്നൊക്കെ പറഞ്ഞ് ഉദാഹരണങ്ങൾ ഉപമകളൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അതായത് വിലയേറിയ നിധി കണ്ടെത്തുമ്പോ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്ന പോലെ. ഞാൻ ഓർക്കായിരുന്നു ഒരു കഥ എങ്ങാണ്ട് വായിച്ചൊരു കഥ ഓർക്കായിരുന്നു. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ വലിയൊരു നിധി തേടിപ്പോയി ഒരുപാട് ഭൂലോകത്തിന്റെ അറ്റത്തെങ്ങാണ്ട് എത്തിയത്രയും. അവിടെ ചെന്ന് ഒരു കടയിൽ ചെന്ന് ഇത് കണ്ടെത്തി, സന്തോഷമായി. നിധി തേടി പോകുമ്പോഴേതായാലും സമ്പത്തെല്ലാം കൊണ്ടാ പോവുക. എന്നിട്ട് അവിടെ ചെന്നപ്പോ വ്യാപാരം അതിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, അയ്യോ ഞാൻ ഇത് തേടി എന്റെ ആയുഷ്കാലം മുഴുവൻ നടന്ന് എനിക്ക് തരാമോ? പിന്നെ തീർച്ചയായിട്ടും നിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു, ഇത് ആർക്കും വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇതിന് അത്രയും വിലയാ, താങ്കൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു ഇത്രയും. അപ്പം അദ്ദേഹമാണ് വലിയ പണക്കാരനാണല്ലോ എന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ അപ്പം പറഞ്ഞു ഇതിന്റെ വില അത്രയും വലുതാ. അവസാനം ഇയാളുടെ ആഗ്രഹവും ഇതെല്ലാം കണ്ടപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞേ, എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾക്കുള്ളതെല്ലാം ഇനി തന്നേക്കാവുന്നു. അപ്പോഴാ ഒരു ശങ്ക, ധനികനായി ദുഃഖിച്ചു പോയെന്നൊക്കെ പറഞ്ഞില്ലേ ഈശോയോടൊക്കെ ചെന്നിട്ട്. അതുപോലെ എന്നാലും നിധി അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു, രക്തം അത്രയും വിലപ്പെട്ടതായിരുന്നു അവസാനം തീരുമാനിച്ചെന്ന് പറയുക. എന്നിട്ട് ഇയാള് അദ്ദേഹത്തിന്റെ പണസഞ്ചി, ഇന്നത്തെ കാലമല്ല കേട്ടോ, ഇന്നെല്ലാം നമ്മള് ഇത് അയച്ചു കൊടുക്കല്ലേ, ഇത് പണസഞ്ചിയൊക്കെ കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് പറഞ്ഞേ, ഞാനേ തിരിച്ചു പോകാൻ കാറിന് പെട്രോൾ അടിക്കാനുള്ള കാശ് മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ, ബാക്കി മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം കടക്കാരൻ ഉടമസ്ഥൻ ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ളത് മുഴുവൻ തരണമെന്നല്ലേ പറഞ്ഞത്, അപ്പൊ നിങ്ങൾക്ക് കാറും ഉണ്ടോ? കാറില്ലെങ്കിൽ പിന്നെ ആരും കൂടെ എങ്ങനെയാ വീട്ടിൽ പോവുക? വീടും ഉണ്ടോ? വീടും തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാന് എന്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഭാര്യയും മക്കളും ഉണ്ട് എന്നുവെച്ചാൽ, അതായത് ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിലപ്പം ഈ ഒരാഴ്ച അങ്ങനെ കണ്ടുപിടിക്കണേ. അതായത് ക്രിസ്തുവിനെ രക്ഷിച്ചവനെ സ്വന്തമാക്കിക്കൊണ്ട് രക്ഷിച്ചവന്റെ കൂടെയുള്ള മടക്കയാത്രയാണെന്നൊക്കെ കേട്ടില്ലേ നമ്മൾ ഈ ദിവസങ്ങളില്. അപ്പം രക്ഷിച്ചവന്റെ കൂടെയുള്ള മടക്കയാത്ര എന്ന് പറയുമ്പോൾ, അതായത് നമുക്കെല്ലാം ജീവിതം തന്നപ്പം ഒരു നല്ല കാറ് മേടിച്ച് നമ്മളെ ഏൽപ്പിച്ചതുപോലെയാ. പക്ഷെ ഇന്ന് ഈശോയെ നമ്മൾ ആ കാറിലോട്ട് കയറ്റിയിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ഡ്രൈവർ സീറ്റിൽ കർത്താവിനെ ഇരുത്തിയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ശരിക്കും ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള ആ ഒരു ഉറപ്പോടെ. അപ്പൊ ഇത് വരണമെങ്കിൽ ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും ഈശോ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ എല്ലാം സ്വന്തമാണ്. ആ സ്വന്തമാക്കിയവനെ സ്വന്തമാക്കുമ്പോൾ അത് നമ്മൾ സ്വന്തമാക്കുമ്പോഴേ നമ്മുടെ ആകുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി ഒരു സമ്പൂർണ്ണ സമർപ്പണം ആണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായില്ലേ ഈ ഒരാഴ്ച. ടാഗോറിന്റെ ഗീതാഞ്ജലി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനകത്തൊരു സംഭവമുണ്ട്, ദ ലീസ്റ്റ് ലിറ്റിൽ ഗ്രേറ്റ് എന്നും പറഞ്ഞിട്ടൊരു ഒരു ചാപ്റ്റർ. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് ഒരു യാചകന്റെ അടുത്ത് വരുന്ന കഥയൊക്കെയാണ്. സാധാരണ ഈ മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് വരുമ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നവരെ കണ്ടു അവരെയൊക്കെ സമ്പന്നരാക്കിക്കൊണ്ടാണ് കടന്നു പോവുക. അപ്പൊ ഈ യാചകൻ ഓർത്ത് ഇതോടുകൂടി എന്റെ തണ്ടല് തീരുമെന്ന് ഓർത്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ രാജാവ് രഥത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുക്കൽ, അദ്ദേഹം ഒരു മരത്തിന് കൂട്ടി നിൽക്കുക, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് രഥത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇയാളുടെ ഹൃദയം അങ്ങനെ തുടിക്കുക, എന്താ സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് എന്താ തരിക എന്നൊക്കെ.
ഈ രാജാവ് ഇങ്ങോട്ട് വന്നിട്ട് കൈ നീട്ടി എത്ര അദ്ദേഹത്തിന്റെ മുമ്പില് ടവർ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പൊ ഇയാൾക്ക് ആകെപ്പാടെ എന്താ ചെയ്യേണ്ടത് തിരിഞ്ഞില്ലേ. ആ പിച്ചച്ചട്ടിക്കകത്തൊക്കെ എല്ലാം കൂടെ ഒന്ന് പരതി അതിനകത്ത് കുറെ ധാന്യമൊക്കെ കിടപ്പുണ്ട്. ഒരു മണിയെടുത്ത്, ഒരു ഗോതമ്പ് മണിയെടുത്ത് രാജാവിന്റെ കയ്യിൽ കൊടുത്തെന്ന് പറയുക. ഇയാൾക്ക് എന്നാ ചെയ്തത്? രാജാവ് മേടിച്ച് നന്ദി പറഞ്ഞ് കയറിപ്പോയത്രേ. അവസാനം വീട്ടിൽ ചെന്ന് കുടഞ്ഞിട്ടപ്പോഴാ ഒരു പൊന്മണി ഒരെണ്ണം മാത്രം നല്ല പൊന്നായി മാറിയിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ. അതാ സാറൊക്കെ പറഞ്ഞ ലിസ്റ്റൊക്കെ കാണിച്ചില്ലേ. അതായത് എല്ലാം നിങ്ങളുടെ രോഗങ്ങളോ പീഡകളോ നിയോഗങ്ങളോ ആവശ്യങ്ങളോ വേദനകളോ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ നേട്ടങ്ങളോ സ്വപ്നങ്ങളോ എല്ലാം ഈ ആഴ്ച നല്ലോണം ഇരുന്ന് എഴുതണം കേട്ടോ. അങ്ങനെ എഴുതുമ്പോ തന്നെ കർത്താവിന് കൊടുക്കുക നമ്മളെ. അതായത് കർത്താവ് ഇങ്ങനെ നോക്കി ഇരിക്കുക. പിടിവിടൂ, ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. പിടിവിടൂ, ശാന്തി നേടൂ. നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അള്ളിപ്പിടിച്ച് കിടക്കുക. ജീവിയുടെ കഥയൊക്കെ പറഞ്ഞില്ലേ. നമ്മളെ ഇവിടൊക്കെയാ നമ്മുടെ സുരക്ഷിതത്വം എന്ന് ഓർത്ത് നമ്മൾ അള്ളിപ്പിടിക്കുക. പക്ഷെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം? അപ്പൊ അങ്ങനെയൊന്ന് വിടാൻ ഈ ആഴ്ചയിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ കയ്യില, ഓരോരുത്തരുടെയും കയ്യില. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപ ചോദിച്ചുകൊണ്ട് യോഹന്നാൻ 1:12 നമ്മൾ പല പ്രാവശ്യം കേട്ടതാ. അവനെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ പേരുള്ള അധികാരം നമ്മുടെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമ്മൾ അവനെ ആ അധികാരത്തോടെ സ്വീകരിക്കുമ്പോഴേ നമ്മൾ സ്വതന്ത്രരാകുകയുള്ളൂ. ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഈശോയെ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന വണ്ടിക്കകത്തോട്ട് കയറ്റിയിരുത്തിട്ട് ഈശോയെ ഇനി ഞാനില്ല, നീ അങ്ങ് ഓടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടണം. വിടാൻ എളുപ്പമല്ല, കണ്ടുപിടിക്കാൻ ഒത്തിരി. ഇതൊന്നും ഒക്കെ തുടക്കമാകട്ടെ. ഈ ഒരു ഇപ്പോഴൊക്കെ പറയുന്നവർക്ക് ഇത് തുടക്കം മാത്രമാണ്. കുമ്പസാരാണേലും ഒന്നും ആയിട്ടില്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നതിലോ ലോക സുവിശേഷവൽക്കരണത്തില ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നത് വരെ നമ്മുടെ മാനസാന്തരം ഒന്നും തീരുന്നില്ല കേട്ടോ. അപ്പൊ അതുവരെ നമ്മൾ ഭാവികളാ. എല്ലാ മനുഷ്യരും അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തതിന്റെ കാരണം ഞാനുമായി ബന്ധപ്പെട്ട ഒരാളെങ്കിലും ഈശോയെ പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ, രക്ഷയുടെ സന്ദേശം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ എൻ്റെ പിഴ പറയേണ്ടി വരും. അതുപോലെ ഈ എല്ലാരെയും പ്രത്യേക തൂത്തിയൊക്കെ മറപ്പൊക്കെ പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. എല്ലാരും നമ്മുടെ കുടുംബമാ, സഹോദരരാ, ഭൂലോകം മുഴുവൻ നമ്മുടെ പൊതുഭവനമാ. എനിക്കുള്ളത് മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ കൊടുക്കുകയല്ല, പങ്കുവയ്ക്കുക. നമ്മളെല്ലാരെയും അതുപോലെ നമ്മോടൊപ്പം പരിചയപ്പെടുന്ന എല്ലാരെയും അതുപോലെ അങ്ങോട്ട് സ്വതന്ത്രരാക്കാൻ. അതായത് നമ്മളൊക്കെ ദൈവത്തിന്റെ കുടുംബം, നമ്മളെല്ലാരും അതാ ദൈവരാജ്യം. ആ അനുഭവത്തിലേക്ക് വരുന്നതിന് അടുത്ത പടിയാണ് ഈ ഒരാഴ്ച. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ദൈവം നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിലാ. കർത്താവ് വന്നിട്ട് ആ യാചകന്റെ മുമ്പിൽ മഹാരാജാവ് കൈ നീട്ടിയതുപോലെ കൈ നീട്ടുക. ഇവിടെ തപ്പിപ്പിടിച്ച് എല്ലാം കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴേക്ക് കർത്താവ് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അപ്പോഴാ പരിശുദ്ധാത്മാവിനെ തരിക. അത് നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ കിട്ടും. അതായത് ഈ ആഴ്ചയിൽ ഒരു വിടിയിൽ അങ്ങ് വിടാം. അടുത്ത ആഴ്ചയിൽ അപ്പൊ കർത്താവ് ഇങ്ങോട്ട് നമ്മളെ നിറയ്ക്കുന്ന അനുഭവിക്കാൻ ഇടയാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും മാനസാന്തരം നമ്മുടെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞു വെച്ച ആലിസൂട്ടി ആന്റിക്ക് ഒത്തിരി നന്ദി. അടുത്തായി സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി റവറൻ ഫാദർ മാത്യു പുതിയാത്തച്ഛനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ബ്രദറിന്റെ ഇന്നത്തെ വിഷയമായ മാനസാന്തരത്തെക്കുറിച്ച് ഏറെ നേരം കേൾക്കുകയായിരുന്നു. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിലാണ്. എങ്കിലും എനിക്കത് കേൾക്കാനായിട്ട് സാധിച്ചു. വളരെ ഹൃദയസ്പർശിയായ വിധത്തിലാണ് ബ്രദർ സംസാരിച്ചതും വചന ആധാരമാക്കി പ്രഘോഷണം നൽകിയതും.
ഞാൻ അതിലൂടെ കേൾക്കുമ്പോൾ, കടന്നുപോയപ്പോൾ വളരെ സജീവമായ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമ്മൾ നിരന്തരം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം പറയുകയുണ്ടായി. സമർപ്പണമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് നാം ഈ ഒരു വിളി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും നമ്മൾ ഒന്നായി മുന്നോട്ട് യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. നമ്മളെല്ലാവരെയും ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചതാണ്. പ്രത്യേകമായ ഒരു ദൗത്യത്തിനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരാണ്. നമ്മളുടെ ജനനത്താൽ തന്നെ, നമ്മൾ മാമോദീസ മുങ്ങിയപ്പോൾ മുതൽ നാം ഏറ്റെടുത്ത നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം നാം തുടർന്നുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ ഒരുമിച്ച് പങ്കുചേരുന്നുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അവിടെയൊക്കെ ഈ യാത്രയിലുടനീളം ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ ആ ഉപമയിലൂടെ നമ്മൾ നേരത്തെ ശ്രവിച്ചതുപോലെ, അവൻ പന്നികളെ മേയ്ക്കുന്ന ഇടത്ത്, അല്ലെങ്കിൽ പന്നി തിന്നുന്ന തവിട് പോലും തിന്നാൻ സാധിക്കാത്ത വിധം ഉള്ള ഒരവസ്ഥയിലേക്ക് അവൻ നീങ്ങിയപ്പോൾ അവൻ്റെ പിതാവിനെ കുറിച്ച് അവൻ ഓർക്കാനായിട്ട് ഇടയായതുപോലെ, ആ നിമിഷം മുതൽ അവൻ പിതാവിന് തന്നെ സമർപ്പിക്കുന്ന ഒരു അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത്, ഈ ഒരു അവസ്ഥ നമ്മുടെ ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്, ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നാം ഈ നിത്യസത്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുക, അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. എൻ്റെ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മളെല്ലാവരെയും ദൈവം പ്രത്യേകമായിട്ട് ഈ ഒരു പ്രഘോഷണ ദൗത്യത്തിലേക്ക് വിളിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് നാം ഇന്നിവിടെ ഒരു കൂട്ടായ്മയിൽ ആയിരിക്കുന്നത്. ഈ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രഘോഷിക്കുവാനായിട്ട് ഇനിയും തുടർന്നുള്ള ബോധപൂർവമുള്ള നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനി യാതൊരു തടസ്സവും ഇല്ല എന്ന്, നമ്മളെ കർത്താവ് വീണ്ടും രക്ഷിച്ചതാണ് എന്ന് ഒക്കെയുള്ള ആ നിത്യസത്യങ്ങൾ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെയായ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നതെന്നുകൂടി ഇന്ന് നമ്മൾ അനുഭവിച്ച് കേട്ട് അറിയുകയായിരുന്നു. നമുക്കും തുടർന്നും ഈ മാനസാന്തര നിറവിൽ ആയിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ നിറവിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും, സ്വീകരിച്ചിട്ടുള്ള ആത്മാവിനെ എന്നും നിലനിർത്തുവാനായിട്ടും വേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഏകദേശം 100-നടുത്തോളം വരുന്ന അംഗങ്ങൾ ഇന്ന് ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും 100 പേര് അല്ലെങ്കിൽ 90 പേര് വീണ്ടും ഒരാളെ കൂടി, അല്ലെങ്കിൽ കുറച്ച് പേരെ കൂടെ ഈ ഒരു നിത്യസത്യങ്ങളെ കുറിച്ച് കേൾക്കുവാനായിട്ടോ അത് കേൾക്കാനായിട്ടുള്ള പ്രചോദനം കൊടുക്കുവാനായിട്ടോ ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളും ഓരോരുത്തരും സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുക. അപ്പോൾ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയതിൻ്റെ വെളിച്ചത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന
സ്റ്റേ പ്രോഗ്രാമിലൂടെ കടന്നുപോയതിലൂടെ ഒരുപാട് ദൈവസ്നേഹ അനുഭവം ജീവിതത്തിൽ ഉണ്ടായതൊക്കെ ഓർമ്മിച്ചെടുക്കുവാനായിട്ടും അത് വീണ്ടും പിന്നീടൊക്കെ പല അവസരങ്ങളിലും പല വേദികളിലുമൊക്കെ പങ്കുവയ്ക്കുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ബോധപൂർവം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നൽകിയ ഈ അനന്തമായ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കാരുണ്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള വചന അധിഷ്ഠിതമായ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. തുടർന്നും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രഘോഷകരായിട്ട് മാറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അനുനിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ വചനം കേൾക്കുവാനും അങ്ങയെ കൂടുതൽ അടുത്ത് അനുഭവിച്ചറിയുവാനായിട്ടും ഇടയാക്കിയതിനെ ഓർത്തും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രഘോഷകരായി, ദൈവരാജ്യ സദ്വാർത്തയുടെ ദൂതുവാഹകരായി മാറുവാനായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എളിയ വാക്കുകളിലൂടെ, ഞങ്ങളുടെ എളിയ പ്രവൃത്തികളിലൂടെ, ഞങ്ങളുടെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ പ്രവൃത്തികളിലൂടെ, അനുഭവങ്ങളിലൂടെ അനേകരെ അങ്ങയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സഭയോട് ചേർന്ന് നിൽക്കുവാനും സമുദായത്തോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ക്രിസ്തു സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമയിൽ ഒരു കുടക്കീഴിൽ കൂട്ടുവാനായിട്ട് അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, നിന്റെ വലിയ മാധ്യസ്ഥവും സഹായവും എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. യാത്രയുടെ മധ്യത്തിൽ ഓടി വന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. അശ്വതി. താങ്ക് യു. അച്ഛാ, ഒത്തിരി നന്ദി. പ്രാർത്ഥനയ്ക്കും നല്ലൊരു സന്ദേശത്തിനും അതുപോലെ തന്നെ ആശീർവാദത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഇതിലേക്ക് കിടക്കുകയാണ്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള തീവ്രമായ വേദനയും അതിൽ നിന്ന് മുക്തി നേടാനുള്ള ആഗ്രഹവും അതുപോലെ തന്നെ അനുദിന ജീവിതത്തിൽ തെറ്റിനെ മാറ്റി നിർത്തുവാനുള്ള ശ്രമവും ഒക്കെയാണ് യഥാർത്ഥ മാനസാന്തരം എന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് സമാപന ഗാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ആനി ചേച്ചിയോടൊപ്പം നമുക്ക് ചേരാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനു, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനു നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ.
പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ ആണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ ആണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഊരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. ഊരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.